ഹായ് വെൽക്കം ടു IAS ഫാക്ടർ. ഐ എം അർജുൻ ആർ ശങ്കർ. നമ്മൾ ഇന്ന് IAS ഫാക്ടറിൽ പുതിയൊരു സെഗ്മെൻറ്റ് ലോഞ്ച് ചെയ്യുകയാണ്. ന്യൂസ് കോൺസെപ്റ്റ്സ് എന്നാണ് ഇതിൻ്റെ പേര്. കറണ്ട് അഫയേഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആസ്ട്രോനോട്ട് സ്പേസിലേക്ക് പോകുന്ന ആൾക്കാരെയൊക്കെ വളരെ കൗതുകത്തോടു കൂടിയും വളരെ ഇൻട്രസ്റ്റോടു കൂടിയാണ് എപ്പോഴും സ്പേസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുക. അതുകൊണ്ടാണ് ശുഭാൻഷു ശുക്ലയുടെയും ഇവൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെ കുറിച്ചിട്ടും ആസ്ട്രോനോട്ട്സിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മിഷൻ ഗഗൻയാനെ കുറിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആസ്ട്രോനോട്ട്സിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. പക്ഷേ എത്ര പേര്, സത്യം പറയുകയാണെങ്കിൽ എത്ര പേര് യു ക്യാൻ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ യുവർ സെൽഫ്, അക്വാനോട്ട്സ് എന്ന് കേട്ടിട്ടുണ്ട്? ആസ്ട്രോനോട്ട് എന്ന് പറയുന്ന പോലെ സ്പേസ്, ആകാശത്തേക്കും ബഹിരാകാശത്തേക്കും സ്പേസിലേക്കൊക്കെ പോകുന്ന പോലെ അല്ല, നമ്മുടെ സമുദ്രത്തിലേക്ക്, നമ്മുടെ കടലിൻ്റെ അടിയിലേക്ക് പോകുന്ന ആൾക്കാർ, കടലിലേക്ക് താഴേക്ക് ഭയങ്കരമായ ഡെപ്തുകളിലേക്ക് 5, 6, 7 കിലോമീറ്ററൊക്കെ താഴേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്വാനോട്ട്സ്. നമ്മൾ ആസ്ട്രോനോട്ട് അല്ല ഇവിടെ അക്വാനോട്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ നമ്മൾ മിഷൻ ഗഗൻയാൻ പോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് കാണേണ്ടതാണ്, ഇവരാണ് നമ്മൾ കാണുന്ന അക്വാനോട്ട്സ് എന്ന് പറയുന്നത്. ഇന്ത്യക്ക് സമുദ്രയാൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. സോ എന്താണ് ഈ സമുദ്രയാൻ, വാട്ട് എക്സാക്ട്ലി സമുദ്രയാൻ എന്നുള്ളതും കൂടെ വി ഹാവ് ടു സീ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇത് കാണുമ്പോൾ സ്ക്യൂബ ഡൈവേഴ്സിനെയാണ് ഓർമ്മ വരിക. നമ്മൾ സ്ക്യൂബയൊക്കെ ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അടിയിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യും. സോ ഇവരും സ്ക്യൂബ ഡൈവേഴ്സും തമ്മിൽ ഒരുപാട് ചെറിയ വ്യത്യാസമുണ്ട്. സോ ആരാണ് അക്വാനോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അണ്ടർ വാട്ടറിൽ ഒരു എക്സ്റ്റെൻഡഡ് പീരിയഡ്, സ്കൂബ ഡൈവേഴ്സിനെ പോലെ കുറച്ച് മണിക്കൂറുകളല്ല, 24 മണിക്കൂറോ അല്ലെങ്കിൽ അതിന് മുകളിൽ സമയം. ഇപ്പം നമ്മൾ സ്പേസിൽ പോയി കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലൊക്കെ അവർ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ അണ്ടർ വാട്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചധികം സമയം, 24 മണിക്കൂറോ അതിന് മുകളിലുള്ള സമയം നമ്മൾ ചിലവഴിക്കുന്നവരെ നമ്മൾ അക്വാനോട്ട്സ് എന്ന് വിളിക്കും. നമ്മൾ സാധാരണ സ്കൂബ ഡൈവേഴ്സിനെ പോലെ അല്ല, ഈ കാണുന്ന സ്കൂബ ഡൈവേഴ്സിനെ പോലെ അല്ല, ഇവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും. ഈവൻ സ്കൂബ ചെയ്യണമെങ്കിൽ പോലും ഒരുപാട് ട്രെയിനിങ് പ്രൊസീജിയർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇമാജിൻ, ഈ സ്കൂബ ചെയ്യുന്നത് പോലും ഇത്രയും ഡിഫിക്കൽട്ട് ആണെങ്കിൽ അക്വാനോട്ട്സിന് എന്തോരം ഡിഫിക്കൽട്ടീസ് ട്രെയിനിങ്ങിനുണ്ട്. നമ്മൾ നോർമലി സ്പേസിൽ പോകുന്ന ആൾക്കാർ എടുക്കുന്ന എഫേർട്ട് ഭയങ്കര ഹ്യൂജാണ്. അതേപോലെ തന്നെ ഇവരുടെ ട്രെയിനിങ്ങും ഭയങ്കരമായിട്ടുള്ള ട്രെയിനിങ് ആണ് ഇവർക്ക് കൊടുക്കുന്നത്. സോ നമുക്ക് ഏകദേശം 6000 മീറ്റേഴ്സ്, 6 കിലോമീറ്റർ വരെ ഭൂമിയുടെ വെള്ളത്തിൻ്റെ അടിയിൽ അണ്ടർ വാട്ടറിൽ പോകാൻ വേണ്ടിയുള്ള നമ്മുടെ മിഷനാണ് സമുദ്രയാൻ മിഷൻ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി നമ്മൾ സാധാരണ നമ്മൾ ആക്സിയം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ക്യാപ്സ്യൂൾ ക്രിയേറ്റ് ചെയ്ത പോലെ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു സബ്മർസിബിളാണ് മത്സ്യ 6000. ഇപ്പം നിങ്ങൾ ആലോചിക്കും, സബ്മർസിബിൾ ഞാൻ ഇനി തെറ്റിച്ച് പറഞ്ഞതാണോ? സബ്മറൈൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ കടലിൻ്റെ അടിയിലും നമ്മുടെ ഓഷ്യൻസിൻ്റെ അടിയിലും സബ്മറൈൻ പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് സബ്മറീൻ അല്ല, ദിസ് ഈസ് എ സബ്മർസിബിൾ. ഇത് സബ്മറീനെക്കാട്ടും ചെറുതാണ്. അതുകൊണ്ടാണ് പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ ചെറുതാണ്. ഇറ്റ് ലുക്സ് ലൈക്ക് എ വെരി സ്മോൾ തിങ്. ഇതിനകത്ത് 2 or 3 ആൾക്കാർക്ക് വേണമെങ്കിൽ നിന്ന് ഒരു മാൻഡ് മിഷൻ നടത്താൻ പറ്റും കടലിൻ്റെ അടിയിൽ. സോ നമ്മളിപ്പോൾ കാണുന്നതാണ് സമുദ്രയാൻ്റെ ഭാഗമായിട്ട്. ഇതൊരു സബ്മർസിബിൾ ആണെന്നുള്ളത് വളരെ ക്ലീൻ ആണ്. സോ എന്താണ് ഈ സമുദ്രയാൻ പ്രൊജക്ട്? നമ്മൾ ഗഗൻയാൻ എന്ന് പറയുന്ന പോലെ ഡീപ്പ് ഓഷ്യൻ മിഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റും കൂടി ഇതിനകത്തുണ്ട്. സോ അതാണ് നമ്മളിതിൽ കണ്ടുപോകുന്നത്. സമുദ്രയാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് എവർ മാൻ ഡീപ്പ് ഓഷ്യൻ മിഷനാണ്. കാരണം ആൾക്കാർ, നമ്മൾ വെറുതെ ഒരു സബ്മർസിബിൾ പോലത്തെ സംഭവം താഴേക്ക് വിടുകയല്ല ചെയ്യുന്നത്, അതിനകത്ത് ആൾക്കാരുണ്ട്. ഇത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് ആണ് ഇതിൻ്റെ മെയിൻ ഏജൻസി എന്ന് പറയുന്നത്. ഇത് നടപ്പിലാക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ, താഴേക്ക് പോകുമ്പോൾ കടലിൻ്റെ അടിയിൽ ഒരുപാട് 5 കിലോമീറ്റർ 6 കിലോമീറ്റർ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സീ ബെഡിനകത്തുള്ള മിനറൽ റിസോഴ്സസ്, അവിടെയുള്ള ബയോഡൈവേഴ്സിറ്റി, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇവർ ഇത്രയും താഴേക്ക് പോകുന്നത്. സോ ഇതിൽ എന്താണ് ഇൻറ്റൻസ് ട്രെയിനിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരുപാട് മിഷൻസ്, അതായത് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് ട്രെയിനിങ് നടക്കുന്നുണ്ട്. ആകാശത്ത് സ്പേസ് സയൻറ്റിസ്റ്റ് ആസ്ട്രോനോട്ട്സ് സ്പെൻഡ് ചെയ്യുന്ന പോലെ കടലിൻ്റെ അടിയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒട്ടും എളുപ്പമല്ല. വെസൽ ഹാൻഡലിങ്, ആൻറ്റി റിക്കവറി ഓപ്പറേഷൻസ്, അതേപോലെ പൂർണ്ണമായും ഡാർക്ക്നെസ്സിൽ, കംപ്ലീറ്റ് ഡാർക്ക്നെസ്സിലും അവിടുത്തെ ബേസിക് ആയിട്ടുള്ള ഡ്രിൽസ്. ഇനി നമ്മുടെ
അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ സ്ക്രബ്ബർ ഷട്ട് ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്യുപ്മെൻസും ഗിയറൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും. ഈവൻ അക്കോസ്റ്റിക് ടെലിഫോണിങ് നമ്മൾ ഉപയോഗിക്കുന്ന കോൺടാക്ട് മെക്കാനിസം, കാരണം അവിടെ റേഡിയോ വേവ്സ് വർക്ക് ചെയ്യില്ല. അപ്പോൾ അവിടെ കടലിൻ്റെ അടിയിൽ നമുക്ക് വേറെ തരത്തിലുള്ള സിസ്റ്റം ഓഫ് ഓപ്പറേഷൻസ് ആണ്, നമുക്ക് എങ്ങനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെരി ഡിഫിക്കൽട്ട് ട്രെയിനിങ് പ്രോസസ്സ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു അക്വാനോട്ട് വരുന്നത്. അപ്പോൾ ഈ മത്സ്യ 6000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ പടത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു കൃത്യം പറഞ്ഞ ടൈറ്റാനിയം ഷെല്ലാണത്. യു ക്യാൻ സീ ഒരു സ്ഫിയർ ഷേപ്പ് ടൈറ്റാനിയം ഹള്ളുള്ള ഒരു ഷെല്ലാണ് ഇത്. വളരെയധികം പ്രഷർ റെസിസ്റ്റൻസ് ഉള്ളൊരു സംഭവം കൂടാണ്. ഇതിലാണ് ആൾക്കാർ നമ്മുടെ മത്സ്യ 600, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും NIOT എന്ന് പറയുന്നത്, ബിക്കോസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷൻ ടെക്നോളജി ചെന്നൈ ആണ് ഇതിൻ്റെ മെയിനായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. ഇതിനകത്താണ് കംപ്ലീറ്റ് സംഭവങ്ങൾ. ഇതാണ് മത്സ്യ 6000, ഒരു ഷെല്ലാണ്. ഇതൊരു സബ്മർസിബിൾ പോലെ തന്നെയാണ്. ഇതിന് ഏകദേശം പറയപ്പെടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പറേഷണൽ ഓട്ടോണമി എന്ന് പറയുന്നത് ഏകദേശം 12 മണിക്കൂറാണ്. 12 മണിക്കൂർ വരെ ഓപ്പറേഷൻ ഓട്ടോണമി ഉണ്ട്. അത് കഴിഞ്ഞാൽ 96 മണിക്കൂർ വരെ ഇതിൻ്റെ എമർജൻസി സിറ്റുവേഷനിൽ വേണമെങ്കിൽ ഇതിന് പോകാൻ പറ്റും. സോ ഇതാണ് മത്സ്യ 6000 എന്ന് വിളിക്കുന്നത്. സോ ഇങ്ങനെ ഒരു സമുദ്രാൻ മിഷൻ നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ നമ്മൾ മറ്റ് രാജ്യങ്ങളുടെ ഈക്വലൻസിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ഓൾറെഡി US, റഷ്യ, ജപ്പാൻ, ഫ്രാൻസ്, ചൈന പോലത്തെ രാജ്യങ്ങൾ ഇതേപോലെ ഹ്യൂമൻ ഡീപ് സീ മിഷൻസ് അവരും നടത്തുന്നുണ്ട്. നമ്മുടെ മിഷൻ സമുദ്രയാനാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഈ ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പോൾ സബ്മേഴ്സിബിൾസ് വിടാൻ എല്ലാവർക്കും കപ്പാസിറ്റി ഇല്ല എന്നുള്ളതും കൂടെ നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് 2026-27 സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ ഫുൾ ഓപ്പറേഷണൽ കപ്പാസിറ്റി നമ്മൾ ഇന്ത്യ ടെസ്റ്റ് ചെയ്ത് കഴിയും. സോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷൻ ടെക്നോളജി ചെന്നൈയുടെ ഭാഗമായിട്ട് നിയോട്ട് ഇതിൻ്റെ ടെലിഫോണി, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഈ അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇടുക്കി ഡാമിൽ നമ്മൾ ഈ ഒരു സബ്മേഴ്സിബിൾ ടെസ്റ്റ് ചെയ്തു. ഏകദേശം 5.5 കിലോമീറ്ററോളം കറക്റ്റ് ഓഡിയോ സിസ്റ്റം നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിച്ചു. സോ ഒരുപാട് സിസ്റ്റംസ് ഒരേപോലത്തെ വർക്ക് ചെയ്താലേ ഇത് കൃത്യമായിട്ട് നമുക്ക് ഇത് വരാൻ പറ്റത്തുള്ളൂ. സോ ഇതേപോലത്തെ ഉള്ള ഈ അടുത്ത് വളരെ പ്രധാനമായിട്ടും വാർത്തയിൽ വന്നത് നമുക്കിതിൽ കാണാൻ പറ്റും. ഇന്ത്യ വലിയൊരു അച്ചീവ്മെൻറ്റ് ഇപ്പോൾ നടത്തിയത് അറ്റ്ലാന്റിക് ഓഷനിൽ ഫ്രാൻസിൻ്റെ ഒരു കൊലാബറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഒരു സബ്മേഴ്സിബിൾ വിട്ടു. അതിൽ 2 ഇന്ത്യക്കാർ, ഇന്ത്യക്ക് വേണ്ടി 2 വ്യക്തികൾ പോയി ഈ മിഷൻ 4000 മീറ്റർ, അതായത് 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഡെപ്തിൽ ഇന്ത്യ ഇത് ചെയ്ത് സക്സസ്ഫുള്ളായി, അല്ലെങ്കിൽ ആ ഡെപ്ത് ഇന്ത്യ കോൺകർ ചെയ്തു എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് നോക്കാൻ പറ്റും കൊമഡോർ JP സിംഗും രാജു രമേശും ആണ് ഇത് ചെയ്തത്. അവർ രണ്ടുപേരും 2 ഫീറ്റാണ് ചെയ്തത്. 4 കിലോമീറ്ററിൻ്റെയും 5 കിലോമീറ്ററിൻ്റെയും ഫ്രഞ്ച് കൊലാബറേഷനോടെയാണ് ഇത് ചെയ്തെടുത്തത്. സോ ഓരോ പ്രാവശ്യം ഇങ്ങനത്തെ മിഷൻ വരുമ്പോൾ ഇന്ത്യക്ക് വലിയൊരു സക്സസ് ആണ്. നമുക്ക് ഈ സബ്മേഴ്സിബിളിലും അതേപോലെ അക്വാനോട്ട്സ് എന്ന് പറയുന്ന നമ്മൾ ശുഭാൻഷു ശുക്ലയും പ്രശാന്ത് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം. പക്ഷേ എത്ര പേർക്ക് രാജു രമേശിനെയും കൊമഡോർ JP സിംഗിനെ അറിയാമെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ഇത്തരം വാർത്തകൾ പോപ്പുലറൈസ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെഗ്മെൻറ്റ് അക്വാനോട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ചെയ്തത് തന്നെ. ഇനി ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ, നമ്മൾ നീൽ ആംസ്ട്രോങ്ങിനെ കുറിച്ചും വലിയ ആസ്ട്രോനോട്ട്സിനെ കുറിച്ച് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച അക്വാനോട്ട്സിൽ പ്രധാനിയാണ് ജാക്സ് കൂസ്റ്റോ എന്ന് പറയുന്ന ഇദ്ദേഹം. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അക്വാനോട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സൺ ആണ് ഫാബിയൻ കൂസ്റ്റോ. ഇദ്ദേഹവും വളരെ ഫേമസ് ആയിട്ടൊരു അക്വാനോട്ടാണ്. ഇനി US ഇതിനു വേണ്ടി, ഇന്ത്യ ഇങ്ങനെ എടുത്ത പോലെയല്ല, US ഇതിനു വേണ്ടി വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കാൻ പറ്റും, നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഷീ ഈസ് ആൻ ആസ്ട്രോനോട്ട്. അവർ ഓൾറെഡി സ്പേസിൽ പോകുന്ന ഒരു ആസ്ട്രോനോട്ടായിരുന്നു. ഇവർ ആസ്ട്രോനോട്ടും ആയിരുന്നു, അതേപോലെ തന്നെ അക്വാനോട്ടുമാണ്. അപ്പോൾ ഇവരുടെ മിഷൻ നോക്കിക്കഴിഞ്ഞാൽ നീമോ എന്ന് പറഞ്ഞ നാസയുടെ ഒരു മിഷൻ ഉണ്ടായിരുന്നു. ഈ മിഷൻ്റെ ഭാഗമായിട്ട് ഫേമസ് ആയിട്ടുള്ള ആസ്ട്രോനോട്ട്, ബഹിരാകാശത്ത് പോയിട്ടുള്ള ഫേമസ് ആസ്ട്രോനോട്ടിനെ ഇവർ അക്വാനോട്ട്സ് ആക്കി മാറ്റി. ഇവരും വളരെ പോപ്പുലർ ആയിട്ട്. അപ്പോൾ നീമോ എന്ന് പറയുന്നതും നാസയുടെ ഒരു ഫേമസ് അക്വാനോട്ട് മിഷൻ ആയിരുന്നു. സോ എന്തായാലും വരും കാലഘട്ടത്തിൽ അക്വാനോട്ട്സിനെ കുറിച്ച് കൂടുതൽ അവയർനെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും എത്താൻ പറ്റും. സോ ഇതാണ് ജനറലി അക്വാനോട്ട്സും അതേപോലെ ഇന്ത്യയുടെ സമുദ്രയാൻ എന്ന് പറയുന്ന മിഷനും. എന്താണ് ഇന്ത്യ അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്? ഒരു 5-6 കിലോമീറ്റർ താഴെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് രഹസ്യങ്ങൾ, കടലിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ദിസ് ഇസ് അക്വാനോട്ട് ആൻഡ് സോ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ IAS ഫാക്ടർ. ഇതേപോലെ അടുത്തൊരു കോൺസെപ്റ്റുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു. ദിസ് ഇസ് അർജുൻ R. ശങ്കർ.